വെയിലും മഴയും നനഞ്ഞ് അടുത്ത സ്ഥലത്തേക്ക് പോവാണ്. ഇന്നത്തെ വ്ലോഗ് ഒരു സ്പെഷ്യൽ വ്ലോഗാണ്. ക്യാമറ അടിച്ചു പോകുന്ന അറിയത്തില്ല സ്പെഷ്യൽ വ്ലോഗ് കാരണം അവൻ നമ്മളിന്ന് അടുത്തൊരു സൈറ്റിലേക്കാണ് പോകുന്നത്. മൊത്തം വെള്ളം കയറിയിട്ട് റോഡിൽ ഞാൻ ഈ ഒരു സ്ഥലം കാണിക്കാൻ വേണ്ടി ഒന്ന് നിർത്തിയെന്നുള്ളൂ. കാര്യമായിട്ടൊന്നുമില്ല, ഒരു കിടക്ക സ്പോട്ട് അവിടെ കോടാറായിട്ട്. പിന്നെ അത് കഴിഞ്ഞ് നമ്മളൊരു ഓഫ് റോഡ് പിടിച്ചിങ്ങനെ പോയിക്കൊണ്ടിരിക്കണം. അപ്പോൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉടുമ്പൻചോല കാണിക്കാൻ പോകുന്നത്. കട്ടപ്പന ഉടുമ്പൻചോല റോഡിലാണ് സൈറ്റ്. അപ്പോൾ ഇതൊരു എളുപ്പ വഴിയാണെന്ന് പറഞ്ഞിട്ട് പോവാണ്. ഇതിന് മുമ്പ് ആൾ വന്നിട്ടുണ്ട് നമ്മുടെ കൂടെ, മറ്റേ അന്നത്തെ ഫസൽ കൂടെ ഉണ്ട്. അപ്പോൾ ആളിതിലെ കൂടെ ഒരു പ്രാവശ്യം പോയിട്ടുണ്ട്. ഇത് എളുപ്പ വഴിയാണ്. നേരെ ഇനി 10-20 കിലോമീറ്റർ ചുറ്റണ്ട, ഇതാകുമ്പോൾ ഒരു പെട്ടെന്ന് എത്തുമെന്നാണ് പറഞ്ഞത്. ഇതൊരു ഓഫ് റോഡാണെന്നും പറഞ്ഞ് കൊണ്ടുപോയതാണ്. കണ്ടിട്ട് എനിക്ക് തന്നെ പേടിയാണ്. റോഡൊക്കെ പകുതി ഇല്ല, അവിടേക്ക് അങ്ങോട്ട് എന്തോ ഒരു കാട്ടുവഴിയൊക്കെ കാണിക്കുന്നുണ്ട്. ഇതെന്തോ ഒരു ചെറിയ, അതായത് 20 കിലോമീറ്റർ പറ്റിയതായിട്ട് ലാഭിക്കാൻ ഈ റോഡ് എടുക്കുന്നതാണ് നല്ലതെന്നാണ് ആൾ പറഞ്ഞത്. പക്ഷെ പോണത് കണ്ടിട്ട് 20 കിലോമീറ്റർ ലാഭിച്ചു, അതെല്ലാം കൂടെ വിട്ടുപിടിച്ച് കൊക്കെ വീഴും എന്നാണ് എൻ്റെ ഡൗട്ട്. ഇപ്പം വീണ് തന്നെ, പക്ഷെ വീണില്ല, രക്ഷപ്പെട്ടു. അപ്പോൾ നമ്മളിന്ന് ഉടുമ്പൻചോലയ്ക്കാണ് പോകുന്നത്. പോകുന്ന വഴിക്ക് കുറേ സ്ഥലങ്ങൾ കാണാൻ വേണ്ടി സ്ഥലങ്ങളുണ്ടെന്നാണ് നമ്മളുടെ ഫസൽ പറഞ്ഞത്. അപ്പോൾ ഞാനൊന്ന് വീഡിയോ ഇങ്ങോട്ടെടുത്ത് വ്ളോഗെടുത്തേക്കാന്ന് വിചാരിച്ച്. ഇത് എന്തോ ഓഫ് റോഡാണ്, മറ്റേ ജീപ്പ് പോണ വഴിയാണ്. ഇപ്പോൾ നമ്മൾ മെയിൻ റോഡിലേക്ക് വന്നിട്ടുണ്ട്. ഈ റോഡിലേക്ക് വന്ന് കയറുന്നതാണ് ആ റോഡ്. ഇത് ഏകദേശം ഒരു 10-20 കിലോമീറ്റർ ലാഭിക്കാം എന്നാണ് പറഞ്ഞത്. നല്ല മഴയുണ്ട്, അതാണ് പ്രശ്നം. എൻ്റെ ഇടയ്ക്കിടയ്ക്ക് മഴ കുറയും, ഇടയ്ക്ക് പോകും, ഇടയ്ക്ക് കുറയും, ഇടയ്ക്ക് പോകും. ആ സമയം നോക്കിയാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു കിടക്കുന്ന സ്പോട്ട് നിർത്തിയായിരുന്നു, പക്ഷെ അതെനിക്കൊന്ന് കാണിക്കാൻ പറ്റിയില്ല. ഒരു കിടക്ക സ്ഥലമാണ്. വേണമെങ്കിൽ ഷോർട്ട് ബ്ലോഗിനകത്ത് ഞാൻ എങ്ങനെയും കൊണ്ടുവരാൻ നോക്കാം, ഉണ്ടെങ്കിൽ ഞാൻ എടുത്തെന്നാണ് തോന്നുന്നത്. കാര്യം എന്താണെന്ന് വെച്ചാൽ എനിക്ക് പോകുന്ന വഴിക്ക് ഇടയ്ക്ക് മഴ പെയ്യും, ഇടയ്ക്ക് മഴ ഉണ്ടായാലും ഇടയ്ക്ക് പിന്നെയും മഴ പെയ്യും, ഇടയ്ക്ക് മഴ പെയ്യില്ല. അത് കാരണം വീഡിയോ എടുക്കാൻ പറ്റില്ല. കാര്യം ക്യാമറ നനഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് മൊബൈൽ ക്യാമറ ആയതുകൊണ്ട് മറ്റേ ഗോപ്രോയൊന്നും അല്ലാത്തതുകൊണ്ട് വെള്ളം കയറി കഴിഞ്ഞാൽ മൊത്തം അടഞ്ഞു പോകും. ഇടയ്ക്കിടത്തെ വിഷ്വൽസൊക്കെ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. വെള്ളം കയറിയിട്ട് മൊത്തം മറ്റേ ക്യാമറയുടെ ഫ്രണ്ടിൽ വെള്ളം കയറി അടഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് ചെറിയ വിഷ്വൽസൊക്കെ നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. ചിലതൊക്കെ ഒരുമാതിരി ബ്ലർ പരുവത്തിലും, ചിലതൊരുമാതിരി ഇരുടുമൂടിയൊക്കെ ഇരിക്കുന്ന എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ കളയാം. അപ്പം നമ്മളെന്തെങ്കിലും ഉടുമ്പൻചോലയ്ക്ക് വിട്ടുപിടിക്കുന്നത് റൂട്ട് പോയി കേട്ടോ, നൈസ് റൂട്ട്. ചിലയിടത്തേക്ക് നല്ല ഹെയർ പിൻ റോഡും, ചിലത് നല്ലൊരു കാട്ട് റൂട്ടുമാണ് വേണ്ടത്. അത് കാരണം എനിക്ക് ഭയങ്കരമായിട്ട് ഈ ഒരു യാത്ര ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞ കിടുക്കൻ വ്ളോഗുകൾ ഇതുപോലത്തെ വ്ളോഗുകളാണ്. ഇതുപോലെ കിടുക്കൻ വ്ളോഗുകളും സാധനങ്ങളും ഇനിയും വരും. അപ്പോൾ നിങ്ങൾ മറക്കാൻ ചാൻസ് ഉണ്ട്. ഇതൊക്കെ അങ്ങനെയാണെങ്കിൽ ഇതുപോലത്തെ സാധനങ്ങളാണ്. അപ്പോൾ ഇന്ന് പോകുന്ന ഒരു ഡിജിറ്റൽ ടൈം ക്ലീനിങ്ങിനാണ്. വേറെ കാര്യമായിട്ടൊരു പരിപാടിയൊന്നുമില്ല. ഡിജിറ്റൽ ടൈം ക്ലീനിങ് പിന്നെ ഒരു സാധനം കൊടുക്കാനുമുണ്ട്. ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യുന്ന കാരണം ക്യാമറ വെള്ളം കയറുന്നുണ്ട്, കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും. നല്ല രീതിയിൽ എൻ്റെ ക്യാമറയ്ക്കകത്തൊക്കെ വെള്ളം കയറി അടഞ്ഞ്. കാരണം ക്യാമറ ഞാൻ ഇടയ്ക്ക് ഓണാക്കിയപ്പോഴത്തേക്കും മൊത്തം അടഞ്ഞിട്ട് ക്യാമറയുടെ ഗ്ലാസ് ഫുള്ളും മറ്റേ കയറി നിൽക്കുകയാണ്. അതായത് വെള്ളം ഇങ്ങനെ നിൽക്കുമല്ലോ, ആ രീതിയിൽ നിൽക്കുകയാണ്. ഒരു കിടുക്കം വെള്ളച്ചാട്ടം കണ്ടു. പക്ഷേ പുറത്ത് പോലീസ് ചെക്കിങ് എന്തോ നടക്കുവാണ്, അതുകൊണ്ടാണ് ക്യാമറ ഓഫ് ചെയ്തത്. ഇപ്പോൾ പോലീസ് ചെക്കിങ് കഴിഞ്ഞു. നമ്മളത് വീണ്ടും പോയിക്കൊണ്ടിരിക്കുകയാണ്. റൂട്ടൊക്കെ പൊളിയാണ്, കിടുക്കൻ റൂട്ടുന്നുണ്ടോ. അപ്പുറം അപ്പോൾ വെള്ളം ഒഴുകുന്നു. അവിടെ എന്തോ ഒരു ഡാമോ ഒത്തിരി സെറ്റപ്പ് കൂടെ ഉണ്ടായിരുന്നു. അതാണ് ഞാൻ നിങ്ങൾ നേരത്തെ കാണിച്ചത്. മഴ ശല്യമായിക്കൊണ്ടിരിക്കുകയാണ്. മഴ ഒരു രക്ഷയില്ലാത്ത മഴയാണ്. പിന്നെ ഈ വ്ളോഗുകളിൽ കാര്യമായ പരിപാടികൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നുമില്ല. ഞാൻ ഈ റൂട്ട് കാണിക്കാൻ വേണ്ടി മാത്രം, അല്ലെങ്കിൽ കാണിക്കാൻ വേണ്ടി മാത്രം ഈ ഒരു വ്ളോഗ് എടുക്കുന്നുള്ളൂ. അല്ലാണ്ട് വേറെ വലിയ പിടിയും പോകാൻ ഇതൊന്നുമില്ല. പിന്നെ കാണിക്കാനും മാത്രം എനിക്ക് പറ്റണമെന്നില്ല. നിറയെ സീനിലേക്ക് കുറേ വെള്ളച്ചാട്ടമൊക്കെ കാണിച്ചു കണ്ടായിരുന്നു. ഇതൊരു വെള്ളച്ചാട്ടം ഒരു വെള്ളം ഒഴുകി പോകുന്ന സ്ഥലം, കിടുക്കൻ സ്പോട്ടാട്ടോ ഉടുമ്പൻചോലയ്ക്ക് പോകുന്ന റൂട്ട്. ഈ മഴ കാരണമാണ് എൻ്റെ കുറേ സ്ഥലങ്ങളൊക്കെ കാണാൻ പറ്റിയത്. പക്ഷെ അവിടേക്ക് എടുക്കാൻ പറ്റിയില്ല. ഞങ്ങൾ കയറി കുറച്ച് പകുതി എത്തിയപ്പോൾ കോട കിട്ടിയായിരുന്നു, വലിയ കോട കിട്ടിയായിരുന്നു. പക്ഷെ എനിക്ക് എടുക്കാൻ പറ്റാതെ എന്താണെന്ന് വെച്ചാൽ മഴ പെയ്യുന്നു, നല്ല മഴയായിരുന്നു. ഇപ്പോഴും മഴ ഇടയ്ക്കിടയ്ക്ക് പെയ്യുന്നുണ്ട്. ഞാൻ പക്ഷേ റിസ്കി ഷോട്ടുകളാണ് എടുത്തത്. കാര്യം ഇടയ്ക്ക് ക്യാമറ തൂത്താണ് ഈ വീഡിയോ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാര്യം മഴ കാരണം ക്യാമറ ഇതിനകത്ത് വെള്ളം കയറി. ഇപ്പോൾ ഒരു വൈറ്റ് സ്പോട്ട് കാണാം ഇതിനകത്ത്, അത് വെള്ളം കയറി അടങ്ങിയിരിക്കുന്നത്. അതാണ് ഈ ഒരു വെട്ടം വെളിച്ചമൊക്കെ വരുന്നത്. ക്യാമറ ചെറുതായിട്ട് മങ്ങിയിട്ടുമുണ്ട്.
മെമ്മറീസ് ഇരിക്കുകയാണ്. കുറേ പ്രാവശ്യം ഞാൻ എടുക്കണ്ടെന്ന് വിചാരിച്ചു, പക്ഷെ നല്ല സ്ഥലങ്ങളൊക്കെ കാണുമ്പോൾ നമ്മളെ കൂടെ കാണിക്കാതിരിക്കുന്ന മോശമല്ലേ എന്ന് വിചാരിച്ച് ഞാൻ ഫോൺ എടുക്കുന്നതാണ്. പക്ഷെ ഫോൺ എടുക്കുമ്പോഴത്തേക്കും വെള്ളം കയറും, ഇതടഞ്ഞു പോകണം. അപ്പോഴേക്ക് നല്ല കാണാൻ പറ്റുന്നുണ്ടാവും വെള്ളം കയറിയിട്ടുള്ളത്. ഇനി അങ്ങോട്ടുള്ള ഷോർട്സിലൊക്കെ അല്ലെങ്കിൽ ഇനി തന്നെ ആ ഒരു വീഡിയോയിലൊക്കെ ഒരുമാതിരി ഭംഗി പറഞ്ഞൊക്കെ ഇരിക്കുകയായിരിക്കും. ഇത് കോടയൊന്നുമല്ല, ഇത് വെള്ളം കയറിയത്. പക്ഷെ ഇടയ്ക്ക് കോട ഉണ്ട് കേട്ടോ. ഈ കയറുന്ന വഴിക്ക് ഇടയ്ക്കിടയ്ക്ക് കോട ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുത്തത്. ആശാക്കൂട്ടത്തിൽ മഴ പെയ്യുന്നുണ്ട്, അത് നിങ്ങൾക്ക് നല്ല വ്യക്തമായിട്ട് കാണാം. നിങ്ങൾ വന്നാലും ഇങ്ങനത്തെ ഈ റൂട്ടൊക്കെ ഒന്ന് കാണിക്കാം എന്ന് വിചാരിച്ചാണ് ഞാൻ വീഡിയോ എടുത്തത് കേട്ടോ. ഇതിലൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവും, വെള്ളം കയറി ഇറങ്ങിയിരിക്കുകയാണ്. പിന്നെ ഈ റൂട്ട് വന്നപ്പോഴത്തേക്ക് ചില സ്ഥലത്ത് കോട കിട്ടി, പക്ഷേ അവിടെ എടുക്കാൻ വേണ്ടി നിന്നപ്പോഴത്തേക്ക് മഴ പെയ്തു. ഇപ്പോഴത്തെ മഴ തോന്നൊരു വെയിൽ വന്നായിരുന്നു ഞാൻ നിർത്തുന്നേ ഉള്ളൂ. പക്ഷേ ക്യാമറയിലൊക്കെ വെള്ളം കയറിയിരിക്കുന്നത്. പിന്നെ ഈ റൂട്ട് കൂടിയാണ് ഒരു കാട്ട് റൂട്ട് വൈബാണ്. രണ്ട് സൈഡിൽ ചെറിയ കാടും മരമൊക്കെ ആയിട്ട് അങ്ങനെ ഒരു ഹൈ റേഞ്ച് ഫീല്. ആ ഒരു സംഭവം കണ്ടുകൊണ്ട് ഞാൻ മാത്രം വേണ്ടി നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രം എത്തുന്നുള്ളൂ. നമ്മളിതുവരെ എത്തിയിട്ടില്ല. എനിക്ക് തോന്നുന്നു ഏകദേശം ഞങ്ങൾ നിൽക്കുന്ന റൂമിൽ നിന്ന് 83 കിലോമീറ്റർ മറ്റേതാണ്ടുണ്ട് ഈ ഒരു സൈറ്റിലേക്ക്. ഇത് കഴിഞ്ഞിട്ട് തങ്കമണിക്ക് പോകണമെന്നുണ്ട്, പക്ഷേ അവിടത്തേക്ക് എനിക്ക് എത്താൻ പറ്റുമെന്ന് അറിയത്തില്ല. ഇവിടുത്തെ തീരുമാനം എനിക്ക് തോന്നുന്നു വൈകുന്നേരം ആവും, പിന്നെ അവിടെ എത്തുമ്പോൾ രാത്രിയാവും. അതിവിടെ കാണിക്കണമെന്നുണ്ട്, പക്ഷെ കാണിക്കാൻ പറ്റുവാണെങ്കിൽ എടുക്കാം. ഇതായില്ല. ഇപ്പോൾ വെയിലൊക്കെ വന്നിട്ട് റൂട്ട് ക്ലിയർ ആയിട്ടുണ്ട്. നമ്മളപ്പോൾ സൈറ്റ് എത്താറായി വരുന്നുണ്ട്. ഇരുപത്തിനടുത്ത് കുറച്ച് കൂടെ വരുമ്പോൾ ഈ റൂട്ടും പൊളിയാട്ടോ. എനിക്ക് തോന്നുന്നു ഇത് കുടുംബുഞ്ച പോലെ കട്ടപ്പനയ്ക്ക് പോകുന്ന റൂട്ട് വേണ്ടാന്ന് തോന്നുന്നു. എങ്ങോട്ടാണെന്ന് എനിക്കറിയില്ല. ഇത് കുടുംബുഞ്ചോല റൂട്ടാണ്. ഇപ്പോൾ ഇത് കുടുംബുഞ്ചോല എത്താറായി വരുന്നുണ്ട്. അതായത് നമ്മുടെ കുടുംബുഞ്ചോല ടൗണിലേക്ക് കയറുന്ന റൂട്ടാണ്. പിന്നെ ഈ റൂട്ടിലെല്ലാം ഹൈ റേഞ്ച് ആയതുകൊണ്ടും പിന്നെ പൊളി ആയതുകൊണ്ടും ഒരു തമിഴ്നാട് ടച്ചൊക്കെ ഉണ്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. കുടുംബുഞ്ചോല വന്നപ്പോഴും അടിമാലി പിന്നെ അങ്ങനെ ഫീൽ ചെയ്തു. പക്ഷേ ഇങ്ങോട്ട് കയറിയിട്ടൊരു തമിഴ്നാട് നമ്മളെ നല്ലൊരു പാർക്കൊക്കെ പോകുന്ന ആ റൂട്ടിൻ്റെ ഒരു ഫീലുണ്ട്. ഈ സംവിധാന സ്ഥലം നല്ല കിടുക്ക സ്പോട്ട് എന്ന് പറഞ്ഞാൽ കിടുക്ക സ്പോട്ട്. വണ്ടി അപ്പുറത്താണ് പണി നടക്കുന്നുണ്ട്. അതാണ് സൈറ്റ്. അപ്പുറത്ത് കോട ഇറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. കാടാട്ടോ, ഇത് വേറെ ലെവൽ പ്ലേസ്. അവിടെ എന്തോ കുളം കുത്തലും പരിപാടിയാണെന്ന് തോന്നുന്നു. കിടുക്കൻ സ്പോട്ട്, ഒരു രക്ഷയില്ല. അപ്പുറത്തൊരു കുളമൊക്കെ ഉണ്ട്, ഞാൻ കാട്ടി തരാൻ പറ്റുവാണെങ്കിൽ. അതാണ് ഞാൻ പറഞ്ഞ കുളം. അതുകൊണ്ടാ ഇവിടെ കൂടിയാണ് നമ്മളിങ്ങോട്ട് കയറുന്നത്. നമ്മുടെ വണ്ടിയിൽ പോകുന്നത്. ഇവിടെ എൻ്റെ വണ്ടിയല്ല, എൻ്റെ വണ്ടി റൂമിലാണ്. ഇവിടെയും ഒരു കാട്. നമ്മുടെ വണ്ടി ഇതവിടെ വന്ന് 85. ഇവിടെ കുളം, അവിടെ നിന്നാണ് റോഡ്, ചുറ്റും കാട്. ഇനി നല്ല കാറ്റ് അടിക്കുന്നുണ്ട്. ഇപ്പം നല്ല വെയിലാണ്, ബട്ട് ആ വെയിൽ അറിയുന്നില്ല. കാര്യം നല്ല തണുപ്പുണ്ട്, തണുത്ത കാറ്റാണ് അടിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് അല്ലാതെ ഒരു തണുപ്പ് ഫീലും ഉണ്ട്, ഒരു കാറ്റടിയുണ്ട്. പിന്നെ 2-3 ദിവസമായിട്ട് ഈ മഴ നനഞ്ഞ് നടക്കുന്ന കാരണം എനിക്ക് മൂക്കടങ്ങിയിരിക്കുകയാണ്. അയ്യോ, 2-3 ദിവസമായിട്ട് ഈ മഞ്ഞത്ത് നടക്കുന്ന കാരണം അടിമാലി എന്ന് പോയെന്ന് നിങ്ങൾക്ക് എന്തായാലും ഇതിന് മുമ്പ് ഒരു വ്ളോഗ് വന്നിട്ടുണ്ടാവും. അടിമാലി പോയതില്ല. അപ്പം ഞാൻ ഇതാണ് നിങ്ങളോട് പറഞ്ഞത്. ഇനി വരുന്ന വ്ളോഗെല്ലാം കിടുക്കൻ വ്ളോഗുകളായിരിക്കുമെന്ന്. ഇമാതിരി സ്പോട്ടൊക്കെ കണ്ട ഞങ്ങൾക്ക് അപ്പുറത്തോടെ കാണിച്ചു തരാം. വണ്ടി കൂടെ ഒതുക്കിയിട്ടിരിക്കുക. എൻ്റെ ഹെൽമെറ്റാണ് ഇരിക്കുന്നത്, ഓടിക്കണ്ട. എൻ്റെ ഹെൽമെറ്റ് ഇവിടെ വെച്ചിട്ടുണ്ട്. സമയം ഇപ്പോൾ 2 മണിയാകുമ്പോൾ 1:47 ആയിട്ടുണ്ട്. പക്ഷേ വെയിലും ഉണ്ട്, നല്ല വെയിലുണ്ട്. പക്ഷേ എനിക്കത് ആ വെയിൽ ഫീൽ ചെയ്യുന്നില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തണുപ്പ്. ഇവിടെ എന്തോ വെള്ളമൊക്കെ ഒഴുകുന്ന സ്ഥലം തോന്നുന്നു. കാടാണ്, വലിയ ശല്യമില്ലാത്ത പ്ലേസ്. പക്ഷേ ചെളിയാതെ ഉണ്ടടക്കുവാണ്. അതുകൊണ്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാത്തത്. ഈ 1 മണി സമയത്ത് ആണെന്ന് പറഞ്ഞാലും ആ ഒരു ചൂടറിയുന്നില്ല, നല്ല കാറ്റുണ്ട്, ഒരു രക്ഷയില്ലാത്ത വൈബ്. നമ്മളെ അങ്ങോട്ട് പോകട്ടെ. ഞാൻ നേരത്തെ എന്ന സ്ഥലം അവിടെ ആയിരുന്നു. കാറാക്കിയുണ്ട്. അവിടെ ഇരുന്ന് സംസാരിക്കാം. ഒരു വൈബ് എന്ന് പറഞ്ഞ ഇതാണ്. നല്ല കാറ്റടിക്കുന്നുണ്ട്. ചിലപ്പോൾ ഇപ്പോൾ കേൾക്കാൻ പറ്റുന്നുണ്ടാവും. പരിപാടിയുണ്ട്, അതെന്തായാലും നമുക്ക് ഇഷ്ടമുള്ള കാര്യമില്ല, നമ്മളെ ബാധിക്കുന്ന കാര്യമില്ല. ടൈമോ പൊട്ടിച്ചെന്മാർ ഒന്നാണ്. നേരത്തെ ഞാൻ നിന്ന ഇതാണ്. അമ്പോ ഒന്നും പറയില്ല. അപ്പോൾ കോറ നേരത്തെ ഉണ്ടായിരുന്നു, ഇപ്പോൾ കയറി പോയിരുന്നു. നല്ല കാറ്റടിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ നല്ല സൗണ്ട് കേൾക്കാൻ പറ്റുള്ളൂ. അവിടെ എന്തോ വീടെന്തോ വെച്ച്, വീടല്ല ഷെഡ് എന്തോ ഉണ്ട്. അതാ റെസ്റ്റ് ചെയ്യാനുള്ള ഷെഡായിരിക്കും. ഇവിടെയൊക്കെ വെള്ളമുണ്ട്. വെയിൽ നല്ല പോലെയുണ്ട് കേട്ടോ. നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല, വെയിൽ അടിക്കുന്നുണ്ട്. പക്ഷേ ആ വെയിൽ അറിയുന്നില്ലെന്നേ ഉണ്ട്.
ഈ 2 മണി സമയമാണെന്നൊന്നും കണ്ടാൽ പറയില്ല. അതാണ് ഈ ഹൈ റേഞ്ചിൽ ചെന്നുള്ള ഗുണം. വെയിലെന്ന് പറഞ്ഞ സാധനം ഇടിക്കുന്നത് അറിയില്ല. ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞാൽ രക്ഷയില്ല. ഇത് ഉടുമ്പൻചോല ടൗണിൽ നിന്ന് ഇങ്ങോട്ട് കുറച്ചിങ്ങോട്ട് മാറിയാണ്. നമ്മൾ ഉടുമ്പൻചോല ടൗണിൽ നിന്ന് റൈറ്റ് എടുത്താണ് ഇങ്ങോട്ട് കയറിയത്. ടൗണിൽ വന്നിട്ട് റൈറ്റിലേക്ക് ഒരു റോഡ് വന്നു. അങ്ങോട്ട് കയറിയത് എങ്ങോട്ടുള്ള റൂട്ടാണെന്ന് അറിയത്തില്ല. റൂട്ട് അങ്ങോട്ട് പൊളി റൂട്ട് വന്നു കേട്ടോ. കാർ റൂട്ടാണെന്ന് തോന്നുന്നു. നേരെ എങ്ങോട്ടാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ ഉടുമ്പൻചോലയിൽ നിന്ന് വന്നിട്ടില്ല, അതുകൊണ്ട് അറിയില്ല. വേറെ ലെവൽ വൈബ്. അങ്ങനെ ഫൈനലി നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇറങ്ങുവാണ്. വേറെ കാര്യമായിട്ടൊന്നും ഇത് ഉണ്ടാക്കണം. ഇതാണ് ഞാൻ കാണിച്ചത്, വേറെ കാര്യമായിട്ടൊന്നുമില്ല. അപ്പോൾ ഇത്ര ഉള്ളൂ. ഈ ഒരു റൂട്ട് കാണിക്കാൻ വേണ്ടി മാത്രം മെയിനായിട്ട് കൊടുക്കുന്നുള്ളൂ. വണ്ടിയിൽ അവിടെ പണിയൊക്കെ കഴിഞ്ഞ് അവിടെ ഇട്ടിട്ടുണ്ട്. ആൾക്കാരും പോയി നമ്മളും പോവാണ്. അപ്പം മഴ പെയ്യാൻ സാധ്യതയുള്ളതുകൊണ്ടും പിന്നെ ഇച്ചിരി മുമ്പ് മഴ പെയ്തുകൊണ്ട് ഞാൻ കോട്ടൊക്കെ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇത്ര ഉള്ളൂ. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് അടിക്കുക, സബ് അടിക്കുക, ഷെയർ അടിക്കുക. മറ്റൊരു റൂമായിട്ട് വരുന്നവർക്ക് എച്ച് വിടാം. സൈനിങ് ഓഫ്. ബൈ.